കൊല്ലത്ത് നിന്ന് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയ 4 വയസ്സുകാരിയെ കണ്ടെത്തി. പന്തളത്ത് വെച്ചാണ് നാടോടി സ്ത്രീയെയും കുട്ടിയെയും കണ്ടെത്തിയത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്മയ്ക്ക് ഒപ്പമെത്തിയ കുട്ടിയെ സ്ത്രീ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്, ഒരു നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയെന്നാണ് വരുന്ന വാർത്ത. അതായത് പത്തനാപുരം കുന്നിക്കോട് സ്വദേശിയാണ് 4 വയസ്സുകാരി. മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മ കുട്ടിയുമായി കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നിറങ്ങി പോവുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ പ്രശ്നം നടക്കുന്നത്. KSRTC ബസ് ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് കുട്ടിയെ തിരികെ കിട്ടുന്നതിന് ഇടയാക്കിയത്. മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ഈ നാടോടി സ്ത്രീ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവര് കൊല്ലത്ത് നിന്ന് പന്തളത്ത് ചെന്ന് അവിടെ വെച്ചാണ് ഇവർക്ക് സംശയം തോന്നുന്നത്. അതായത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ഫുൾ ക്യാഷ് അവരുടെ കയ്യിലില്ല. അപ്പോൾ കണ്ടക്ടർ ഇവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി മലയാളം സംസാരിക്കുന്ന ചെറിയൊരു ഒരു കാര്യം മനസ്സിലായി കക്ഷിക്ക്, കണ്ടക്ടറിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൽ. അപ്പം ഈ സ്ത്രീ തമിഴ് സംസാരിക്കുകയും കുട്ടി മലയാളം സംസാരിക്കുന്നതിൻ്റെയും ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇദ്ദേഹം കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നു, കുട്ടിയെയും കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി കൊല്ലം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കുട്ടിയെ കാണുവാനില്ല എന്നുള്ളൊരു കേസ് വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്നുള്ള ഒരു കണ്ടെത്തലിൽ കുട്ടിയെ അവർ ഉറപ്പിക്കുകയാണ്, ഈ കുട്ടിയാണ് കാണാതായ എന്നുള്ള അവർക്ക് മനസ്സിലായി. തൃശ്ശൂരിലേക്ക് പോകണമെന്നാണ് നാടോടി സ്ത്രീ പറഞ്ഞത്. എന്നാൽ ടിക്കറ്റ് തുക കൊടുക്കാൻ ഇവരുടെ പക്കൽ പണം തികഞ്ഞിരുന്നില്ല. ബസ് കണ്ടക്ടറും ഇവരുമായുള്ള സംഭാഷണത്തിൽ സ്ത്രീ തമിഴ് സംസാരിക്കുകയും ഒപ്പമുള്ള കുട്ടി മലയാളം സംസാരിച്ചതും സംശയത്തിനിടയാക്കി. കണ്ടക്ടർക്കുണ്ടായ സംശയം മറ്റ് യാത്രക്കാരും ഏറ്റെടുത്തതോടെ ബസ് നിർത്തി. ഇതിനിടെ അതുവഴി കടന്നു വന്ന പന്തളം പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും നേരിട്ട് തന്നെ പോലീസിനെ കൈയാണിച്ച് നിർത്തി കാര്യങ്ങൾ പറയാണ്. എന്നാൽ കൃത്യമായ വിവരം ഈ സ്ത്രീ നൽകാൻ തയ്യാറായിരുന്നില്ല. ഇവരെന്തായാലും കസ്റ്റഡിയിലാണ് ഈ സ്ത്രീ. അപ്പം കസ്റ്റഡിയിൽ നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം അല്ലെങ്കിൽ മറ്റ് തൊട്ടടുത്തുള്ള പത്തനംതിട്ട ആവട്ടെ, കോട്ടയാവട്ടെ, അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ കാണാതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പോലീസിനെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ, കാരണം ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഈ കേരളത്തിൽ നാടോടി സ്ത്രീകളുടെ ഒരു ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിന്റെ ഒരു ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ സ്ത്രീ ഈ ഗ്യാങ്ങിൽ പെട്ടതായതിന്റെ പേരിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം ഭിക്ഷ എടുക്കുന്ന സ്ത്രീകളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സ്ത്രീകളും ഉണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലത്ത് നിന്ന് കാണാതായ കുട്ടി ഈ കുട്ടി തന്നെയാണെന്ന് വ്യക്തമായി. കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുമ്പ് ഇവർ ഇത്തരത്തിൽ കുട്ടികളെ കടത്തിയിട്ടുണ്ടോ എന്നും ഈ ഇപ്പൊ നിലവിൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സ്ത്രീ മുമ്പ് ഇതേണക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ പേരിലാണ് പറഞ്ഞത് നിലവിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും സംശയത്തിന് ആസ്പദമാക്കി എന്തെങ്കിലും ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ആ സ്ത്രീയുടെ ഒരു മുഖം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇത് എവിടെയെങ്കിലും ഈ സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംശയത്തിന്റെ നിഴലുണ്ട് എങ്കിൽ കൃത്യമായിട്ടും പോലീസിനെ അറിയിക്കണമെന്നാണ്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അത്രയും പാവം എന്നുള്ള രീതിയിലാണ്. മുഖമൊക്കെ മുടിയില്ല, മുടി മൊത്തത്തില് മുട്ടയടിച്ചിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ. എന്ത് ചെയ്യാം, ഇവർക്കൊക്കെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിൽ ചെയ്യുന്നതാണ്. പക്ഷെ എന്താ നമുക്ക് ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ നാടോടി സ്ത്രീകൾ, അത് നാടോടി സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്നാണ് ഈ ഒരു ഭിക്ഷാടന മാഫിയയിലുള്ളത്. അപ്പോൾ ഒരു നിത്യ ചെലവിന് വേണ്ടി അല്ലെങ്കിൽ അന്നുള്ള വിശപ്പടക്കാൻ വേണ്ടിയാണ് ചിലർ ഇതിനകത്ത് ഒരു 40% ആൾക്കാർ അങ്ങനെയാണ്. ബാക്കി ഇതിനകത്ത് തട്ടിക്കൊണ്ട് പോകുന്നവർ വിൽക്കാനായിട്ട് ഉള്ള
സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ബ്രോക്കർമാർ വരെ ഉണ്ടെന്നാണ് ഇതിനകത്ത് അറിയുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ കണ്ടെത്തുന്ന സ്ഥലം കണ്ടെത്തി പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല ടൈപ്പാണ് ഇതിന്റെ ഈ ഒരു ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ത്രീയെ നമ്മൾ കിട്ടിയ സ്ഥിതിക്ക് മിക്കവാറും കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.